ബംഗളൂരു ശിവാജി നഗറിൽ നടപ്പാത കയ്യേറിയുള്ള കച്ചവടം ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം GBA ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത്. കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെടുത്തി. ശ്രീധരൻ ചെയ്യുന്നുണ്ട്. ശ്രീധരൻ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണല്ലോ. ആരുടെ നേതൃത്വത്തിലായിരുന്നു? എവിടെ വെച്ചായിരുന്നു? എന്തായിരുന്നു സംഭവിച്ചത്? ബംഗളൂരു നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നടപ്പാതകൾ കയ്യേറിയുള്ള കച്ചവടങ്ങളും മറ്റും ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപക ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശിവാജി നഗറിലും ഇത്തരത്തിൽ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ GBA ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി ഉദ്യോഗസ്ഥർ എത്തിയത്. ഇതിനിടയിലാണ് ചില ആളുകൾ ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥരെ തള്ളിയിടുകയും അതുപോലെ തന്നെ അവർക്ക് നേരെ വലിയ അക്രമം അഴിച്ചുവിടുകയും ചെയ്തത്. ഏതായാലും ബസവരാജ് എന്നുള്ള ഒരു കന്നഡ സംഘടനാ പ്രവർത്തകന്റെ അല്ലെങ്കിൽ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള ബസവരാജ് പുതുക്കോട്ടെ എന്ന് പറയുന്ന നേതാവിന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമം മുഴുവൻ അരങ്ങേറിയത്. ഏതായാലും ഉദ്യോഗസ്ഥർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ശിവാജി നഗറിൽ തന്നെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഈ ബംഗളൂരുവിന്റെ ചുമതലയുള്ള മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ കൃത്യമായിട്ടുള്ള ആക്ഷൻ ഈ വിഷയത്തിൽ വേണമെന്നാവശ്യപ്പെട്ടു പോലീസിന് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ കേസെടുത്തു. അതുപോലെ തന്നെ ബസവരാജ് പുതുക്കോട്ടയെ അറസ്റ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഈ നടപ്പാത കയ്യേറിയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കച്ചവടമാവട്ടെ മറ്റെന്ത് കാര്യങ്ങളാവട്ടെ, അത് അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുക തന്നെയാണ്. ഇത് സുപ്രീം കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ GBA സ്വീകരിക്കുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് ഈ സംഭവവുമായി അക്രമവുമായി ബന്ധമുള്ള മറ്റുള്ള ആളുകളെ കൂടി വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിക്കുന്നത്.